എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടല വേവിച്ചെടുക്കാം. അപ്പോൾ കടല നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ 1/2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു നേന്ത്രക്കായും പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയാണ് ഞാൻ എടുത്തേക്കുന്നത്. നേന്ത്രക്കായ നല്ല പച്ചക്കായ ആവണം കേട്ടോ. ചേനയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നേന്ത്രക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചേന ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേന്ത്രക്കായും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 1 കപ്പോളം തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് ജീരകം, ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ചേനയും കായൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ കടല ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ ആ തേങ്ങയുടെ പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ വെള്ളമൊക്കെ നല്ല കറക്റ്റാണ്. കുറച്ച് കണ്ട നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ ആദ്യമേ വറുത്തിട്ടാണ് അരച്ചേക്കണത്. അത് കാരണം കൊണ്ട് പിന്നെ തേങ്ങയൊന്നും ഒരുപാട് നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തോളൂ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക്, ഉണക്കമുളക്, പിന്നെ വീണ്ടും നമ്മൾ തേങ്ങയാണ് വറുത്തിടുന്നത്. തേങ്ങ കുറച്ചധികം വറുത്തിടണം. അപ്പോൾ ഏകദേശം 1 കപ്പോളം തേങ്ങ വീണ്ടും നമുക്ക് വറുത്തിടാം. നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ ദാ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വറുത്തെടുത്തത് നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കണ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. ഇത് ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.